നമസ്കാരം. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ വരും ദിവസങ്ങളിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. ഇവിടെ പറയുന്ന 7 നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ദുരിതങ്ങളെല്ലാം മാറി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഈ നക്ഷത്ര ജാതകർ പോകുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം പറയുന്ന 2 നക്ഷത്ര ജാതകരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന ആ നക്ഷത്ര ജാതകർ. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് മനസ്സിലാക്കുക. ഇതിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് 3 നക്ഷത്ര ജാതകർക്ക് കടങ്ങളും തടസ്സങ്ങളും മാറി വലിയ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. അതായത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ വിട്ടൊഴിയുവാൻ കാരണമാകുന്ന സമയമാണ്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യമായുള്ളത് രോഹിണി നക്ഷത്രമാണ്. വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. അതായത് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പോലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഉറപ്പായും നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു നാമങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റവും ഐശ്വര്യങ്ങളുമാണ് വരാൻ പോകുന്നത്. കടബാധ്യതയൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തുവാനും അല്ലെങ്കിൽ അത് തീർക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്ത് വന്നു ചേരുവാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാരൊക്കെ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുക, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നിങ്ങളിരിക്കുക. ഉറപ്പാണ് ആ വ്യക്തിയെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അടുത്ത ബിസിനസ് രംഗങ്ങളിൽ വലിയ നേട്ടവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് കാത്തിരിക്കുന്നത്. അതായത് ഒരു രാത്രി വെളുക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ഓർഡറൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ചൈതന്യവും വന്നു ചേരുന്ന സമയമാണ്. എന്തു തന്നെയാലും വളരെ ഭാഗ്യവാന്മാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഭാഗ്യാനുഭവത്തിനും തുടക്കം കുറിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള ഭാരങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ടായാലും അതുമല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് പോകുവാൻ നിൽക്കുന്നവർക്കും യാത്രാ സംബന്ധമായിട്ട് വളരെ ക്ലേശങ്ങളും വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി നല്ല രീതിയിലുള്ള ഉയർച്ചയും അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് ശ്രമിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ സമാധാനത്തെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും വന്നു ചേരുവാൻ യോഗം തെളിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ദേവീ ദേവന്മാരെ എല്ലാ ദിവസവും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങളൊരു ദിവസം നിങ്ങൾ തുടങ്ങേണ്ടത്. അത് രാവിലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ദേവീ ദേവന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാൻ ആരാണോ ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ദോഷങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞ് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. കടങ്ങൾ പൂർണ്ണമായും മാറ്റുവാൻ ഇവർക്ക് കഴിയും. അതായത് കുടുംബത്തിൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ആ കടങ്ങളൊക്കെ വീട്ടുവാൻ വഴികൾ പൂരാടം നക്ഷത്ര ജാതകർ വഴി വന്നു ചേരുന്നതായിരിക്കും. പുതിയ വാഹനങ്ങൾ മേടിക്കുവാൻ യോഗം തെളിയുന്ന സമയമാണ് നിങ്ങൾക്ക്. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. കടബാധ്യതകൾ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയുന്നതായിരിക്കും. കൈകളിലേക്ക് പണം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക ഐശ്വര്യങ്ങളുമാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. ഈ പൂരാടം നക്ഷത്ര ജാതകർ ഉള്ള മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് ആ കുടുംബത്ത് വലിയ നേട്ടങ്ങളും വലിയ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങളും കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകരെ ശിവക്ഷേത്രങ്ങളിൽ പോയി ധാര നടത്തി പ്രാർത്ഥിക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളുമാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്തേ പറയാൻ പോകുന്ന 2 നക്ഷത്ര ജാതകർക്ക് പുതിയ തുടക്കം തുടങ്ങുന്ന സമയമാണ്. അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുവാൻ അവസരങ്ങൾ ലഭിക്കുന്ന 2 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. നിങ്ങൾക്ക്
അപ്രതീക്ഷിതമായിട്ടൊരു തൊഴിലാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളായിരിക്കാം നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തൊഴിലവസരം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്കത് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം. അത് നിങ്ങൾ പോലും അറിയാതെ ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞു കൊണ്ടുവരുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് രംഗത്ത് നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണ്. എന്തു തന്നെയായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ ഉറപ്പായും കൈ പിടിച്ചുയർത്തുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രതകളും സാമ്പത്തിക ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവരായാലും ശരി, നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഒരു ലോട്ടറിക്ക് എടുത്ത് നോക്കുക. അത് നിങ്ങളുടെ തലവര മാറ്റിമറിക്കുന്നതായിരിക്കും. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വാർത്ത വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയായിരിക്കും. അതൊരു കുടുംബത്തിന് നൽകുന്ന ഊർജ്ജം, ഒരു കുടുംബത്തിന് നൽകുന്ന ആ ഒരു സന്തോഷം, അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്ര മടങ്ങ് വലുതാണെന്ന് അറിയാമോ? ഈശ്വരൻ ഉറപ്പായും അശ്വതി നക്ഷത്ര ജാതകരെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന സമയമാണ്. നിങ്ങളെ കൈയഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ അവിട്ടം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ വലിയ തോതിൽ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്ര ജാതകർ. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും അപമാനങ്ങളെല്ലാം മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തേടി വരുവാൻ ഭാഗ്യം കിട്ടുന്നത് നക്ഷത്ര ജാതകരോട് കൂട്ടാണ് അവിട്ടം നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതികളും സാമ്പത്തിക ഐശ്വര്യങ്ങളുമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ബിസിനസ് പങ്കാളിത്തം വന്നു ചേരുവാനുള്ള സമയവും സാഹചര്യവും തെളിഞ്ഞു കാണുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ നിറവേറ്റുക. അതുപോലെ തന്നെ അവിട്ടം നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങളുടെ വീട്ടിലൊരു തിരി തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ തന്നെ തിരി തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഉറപ്പായും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ പോകുന്നത്. അവസാനമായി പറയാൻ പോകുന്ന 2 നക്ഷത്ര ജാതകർ മഹാരാജയോഗം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രതകളും സാമ്പത്തിക ഐശ്വര്യങ്ങളുമാണ് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഇവർക്ക് തെളിഞ്ഞു കാണപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകം മകം നക്ഷത്ര ജാതകരാണ്. ഇവരുടെ തലവര മാറുന്നതിൽ അക്ഷരം പ്രതി കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഉറപ്പായും ലോട്ടറി വഴി നിങ്ങളുടെക്ക് വലിയ തോതിലുള്ള സമ്പത്ത് കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാൻ സമയമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് കിട്ടുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തും സ്വദേശത്തും നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന സുവർണ കാലഘട്ടമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ധാരാളം കാണപ്പെടുന്ന ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലകളിലും നിങ്ങൾക്ക് ഒന്നാമതായി ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലകളിലും നിങ്ങൾക്ക് കഠിനാധ്വാനം കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഒരുപോലെ കാണപ്പെടുന്ന ഈ സമയം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകരായ രേവതി നക്ഷത്ര ജാതകരാണ്. മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും തടസ്സമില്ലാതെ കിട്ടുന്ന സമയമാണ്. വിജയം നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്ര ജാതകർ. സൗഭാഗ്യകരമായിട്ടുള്ള ഒത്തിരി വാർത്തകൾ ശ്രമിക്കുവാനുള്ള യോഗങ്ങളും ഈ സമയം നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വലിയ പ്രതീക്ഷകളുള്ള ഈ നക്ഷത്ര ജാതകരുടെ ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ അനുയോജ്യമായുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തെളിയുന്നത്. വലിയ തോതിലുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദിനവും രാവിലെ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം നിലനിർത്തുവാനും നിങ്ങളുടെ ചൈതന്യവും ഐശ്വര്യവും നിലനിർത്തുവാനും അല്ലെങ്കിൽ ഐശ്വര്യം തെളിഞ്ഞു വരുവാനും കാരണമായി തീരുന്നതാണ്. എന്തു തന്നെയായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള 7 നക്ഷത്ര ജാതകർക്കും ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കഠിനാധ്വാനം ചെയ്യുക. ഈശ്വരനുഗ്രഹം നിങ്ങളുടെ കൂടെയുള്ള സമയമാണ്. ഫലം ഉറപ്പായും 1% പോലും കുറയാതെ 100% വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും യോഗവുമുള്ള സമയമാണ്. ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പ്രത്യേക പൂജയിൽ
നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. അന്നേ ദിവസം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കുക. ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് നേടിത്തരുന്നതായിരിക്കും. ഭഗവാൻ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നതായിരിക്കും.